നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ഇന്നോവേഷൻസും മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സെന്നുള്ളത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ ഇന്ന് വേൾഡിൽ കാണുന്ന എല്ലാ കമ്പ്യൂട്ടറിനെക്കാളിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ മനസ്സ്. ഈ കമ്പ്യൂട്ടറിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അത് 3 രീതിയിൽ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം ആൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഗ്രോത്തും നമ്മുടെ മെന്റൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ആയിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. 3 ഭാഗമായിട്ടാണ് നമ്മളെ മനസ്സെന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മളെ ബാറ്ററി എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മളെ ഹാർഡ്വെയർ എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെ മനസ്സെന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അതിലൊക്കെ ഏറ്റവും ന്യൂ വേർഷൻ ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫെസിലിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാണ് ബുക്സ് എന്നുള്ളത്. നമ്മുടെ മനസ്സിനെ ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ബുക്സ് എന്ത് ചെയ്യാം, നമുക്ക് റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മനസ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളത് എക്സ്പീരിയൻസസ് ആണ്. നമ്മുടെ ലൈഫിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയതായിട്ടുള്ള ഒരുപാട് നല്ല എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് വലുതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് പോഡ്കാസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസുകൾ, പുതിയ എക്സ്പീരിയൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ വലുതായി വരുമെന്ന് പറഞ്ഞു. അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പോഡ്കാസ്റ്റ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മളെ മനസ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മനസ്സിന്റെ ഫ്രെയിം നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ മനസ്സെന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബുക്സ് റീഡ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ എക്സ്പീരിയൻസസുകൾ എടുക്കാം, അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ എടുക്കാം എന്നുള്ളതാണ്. ഇനി നമ്മളെ വീഡിയോയുടെ രണ്ടാമത്തെ ഏരിയ, എങ്ങനെ നമ്മുടെ മനസ്സിന്റെ ബാറ്ററി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഗാഡ്ജറ്റ്സ് ആവട്ടെ, നമുക്ക് അതിന്റെ ബാറ്ററി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അത് പ്രോപ്പർ ആയിട്ടുള്ള വേല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാറ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ബാറ്ററി എങ്ങനെ നമുക്ക് സൂപ്പർബായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് 8 hours ഓഫ് ഗുഡ് സ്ലീപ്പ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ട്, എന്നാൽ സഫീഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായിട്ടുള്ള വിശ്രമം ലഭിക്കുന്ന രീതിയിലുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്നത് കണക്ട് വിത്ത് ദ നേച്ചർ. ഒരല്പസമയമൊക്കെ നമ്മൾ നേച്ചറുമായിട്ട്, നമ്മളെ സണ്ണായിട്ട്, നമ്മളെ പ്രകൃതിയായിട്ടൊക്കെ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മളെ ബാറ്ററി പ്രൊട്ടക്ട് ചെയ്യാനുള്ള വഴി എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഡിജിറ്റൽ ഡീടോക്സ്. അതായത് നമുക്കറിയാം, സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ആളുകളും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് ഒരല്പസമയം ബോധപൂർവ്വം ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്ന് നമ്മളും നേച്ചറും, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു അല്പസമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഡീടോക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ബാറ്ററി നമ്മൾ ഫുൾ ടൈം എനർജറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അലൈവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് 8 hours ഓഫ് സ്ലീപ്പ്, മറ്റൊന്ന് നേച്ചർ ആയിട്ടുള്ള കണക്ഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡീടോക്സ് എന്നുള്ളത്. ഇനി വീഡിയോയുടെ അവസാനത്തെ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇറ്റ്സ് ക്ലീൻ അവർ ഹാർഡ്വെയർ. എങ്ങനെ നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ, മനസ്സിന്റെ ഹാർഡ്വെയർ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് തിങ് ആണ് മെഡിറ്റേഷൻ എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ ഡയമണ്ട് മൈൻഡ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഡീപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന 100 ഡേയ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന 100 ഡേയ്സ് ചലഞ്ചിൽ മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. അതും ഡിഫറെന്റ് ആയിട്ട് നമ്മളെ ഫിസിക്കലി ഗ്രോ ചെയ്യിക്കുന്ന, നമ്മളെ മെന്റലി ഗ്രോ ചെയ്യിക്കുന്ന, നമ്മളെ സ്പിരിച്വലി ഗ്രോ ചെയ്യിക്കുന്ന, നമ്മളെ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യിക്കുന്ന രീതിയിൽ
എല്ലാ രീതിയിലും നമ്മുടെ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ മെഡിറ്റേഷൻ എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ ക്ലീൻ അവർ ഹാർഡ്വെയർ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ജേർണൽ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ മെന്റലി ഭയങ്കര ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടാത്തൊക്കെ സമയം ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ജേർണൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി അതിലൂടെ കിട്ടുന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യാന്നൊക്കെ കാടി കയറി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ഒരു അല്പസമയം മാറി നിന്നിട്ട് ഒരു ബുക്കും ഒരു പെന്നും എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി അതിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ ഹാർഡ്വെയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ജേർണലിംഗ് എന്നുള്ളത്. മറ്റൊന്ന് സെൽഫ് ടോക്ക് ഇറ്റ്സ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെ ഹാർഡ്വെയറിൽ ഭൂരിഭാഗവും നമ്മളല്ല ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളെ പാരന്റ്സും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സറൗണ്ട്സും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകളായിരിക്കും നമുക്ക് ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുക. എനിക്കതിന് പറ്റൂല, അത് ഞാൻ ചെയ്താൽ ശരിയാവും, ഇത് അങ്ങനെയാണോ, ഇത് ഇങ്ങനെയാണോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനെ നമുക്ക് മറികടന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, നമുക്ക് നമ്മളുള്ളിൽ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. സോ നമ്മളെ ഹാർഡ്വെയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് മെഡിറ്റേഷൻ, ജേർണലിംഗ് ആൻഡ് സെൽഫ് ടോക്ക് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മളെ മനസ്സെന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അതുപോലെ തന്നെ ബാറ്ററിയും എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ പരിചയത്തിലുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. താങ്ക് യു.